പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പ്രകാശൻ തന്റെ വിവാഹത്തിന്റെ കാര്യങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ്. കാര്യങ്ങൾ അറിയാതെ വളരെയധികം സന്തോഷത്തിലാണ് പ്രകാശൻ വിവാഹത്തിന് വേണ്ടി പൈസ ചിലവഴിക്കുന്നത്. ഇതേ തുടർന്ന് ഒടുവിൽ കാത്തിരുന്ന ആ വിവാഹ ദിവസം വന്നെത്തുകയാണ്. വിവാഹത്തിന് പങ്കെടുക്കുന്നതിനായി കിരണും കല്യാണിയും അതുപോലെ തന്നെ രാഹുലും കുടുംബവും വന്നെത്തുകയാണ്. ഇതോടെ അവരുടെ മുൻപിലേക്ക് കയറി ചെല്ലുന്ന പ്രകാശൻ, നിങ്ങളെല്ലാം ഈ വിവാഹം കാണാൻ ഇവിടേക്ക് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. തൻ്റെ ജീവിതത്തിൽ ഇനി വലിയൊരു മാറ്റമാണ് വരാൻ പോകുന്നത്. അതിനെല്ലാം കാരണം തൻ്റെ കാർത്തിക മകളാണ്. മാത്രവുമല്ല, ഇതുവരെ വളരെയധികം ദുരന്തത്തിലാണ് ഞാൻ കഴിഞ്ഞിരുന്നത്. ആ മാറ്റം തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാവരോടും തനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളത്. പക്ഷേ തൻ്റെ ഈ വളർച്ചയിൽ ഒരുപാട് അസൂയപ്പെടുന്ന ചിലരും ഈ വിവാഹത്തിന് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തനിക്ക് അറിയാം. അവരോടൊന്നും തനിക്ക് പറയാനില്ല. അവരുടെ മുന്നിൽ ഇനി ജീവിച്ച് കാണിക്കാൻ പോവുകയാണ് കോടീശ്വരനായ പ്രകാശൻ എന്ന് വ്യക്തമാക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് കിരണും കല്യാണിയും ചിരിച്ചു നിൽക്കുകയാണ്. എന്തായാലും വൻ കോമഡി ആയിരിക്കും ഇനി വന്ന് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിക്കുകയാണ് അവർ. അപ്പോഴാണ് കല്യാണിയുടെ അമ്മയും അവിടേക്ക് കടന്നു വരുന്നത്. ഇതോടെ നിങ്ങളെ ഞാൻ ക്ഷണിച്ചില്ലല്ലോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് ഈ വിവാഹത്തിൽ പങ്കെടുത്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം തനിക്ക് ഉണ്ടായി എന്നും അതുകൊണ്ടാണ് വന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന അവർ, എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രകാശനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പ്രകാശനാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. തനിക്കെന്ത് വിഷമമാണ് ഉള്ളത് എന്നും നീയും എൻ്റെ വിജയം കാണണം എന്ന് പറയുകയും ചെയ്യുന്ന പ്രകാശൻ ഇനി വലിയൊരു മാറ്റം തൻ്റെ ജീവിതത്തിൽ വന്നു സംഭവിക്കുമെന്ന് പറഞ്ഞ് തീർന്നില്ല. അപ്പോഴേക്കും വരികയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മിയമ്മ അവിടേക്ക്. ഇതോടെ പ്രകാശൻ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോവുകയും അവിടെ നിന്ന് മറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഒളിച്ചിരിക്കുന്നതിനായുള്ള പ്രകാശന്റെ ശ്രമങ്ങൾ കാണുന്ന കല്യാണിയും കിരണും എവിടേക്കാണ് പ്രകാശൻ പോകുന്നത് എന്നും എന്തിനാണ് മുഖം മറയ്ക്കാൻ ശ്രമിക്കുന്നത് എന്നും ചോദിച്ചതിനെ തുടർന്ന് രാഹുലും കുടുംബവും അത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രകാശനാകെ ചമ്മി പോവുകയാണ്. താൻ ഒളിച്ചിരിക്കാനൊന്നുമല്ല ശ്രമിച്ചത്. നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഇതൊക്കെ ചോദിച്ചുകൊണ്ട് പ്രകാശൻ ചൂടാകുന്നു. അപ്പോഴാണ് കാർത്തിക അവിടേക്ക് കയറി വരുന്നതും പ്രകാശനോട് വിവാഹം കഴിക്കാൻ സെറ്റല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നത്. ഞാൻ റെഡിയാണ് മോളെ, കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ലക്ഷ്മിയമ്മയാണ് തൻ്റെ അമ്മ എന്ന് കാർത്തിക വ്യക്തമാക്കുന്നത്. അപ്രതീക്ഷിതമായ ഈ കാര്യം പ്രകാശനെ ഞെട്ടിച്ചതിനെ തുടർന്ന് പ്രകാശൻ ലക്ഷ്മിയമ്മയെ നോക്കുന്നു. അപ്പോഴാണ് ലക്ഷ്മിയമ്മയുടെ കയ്യിൽ നിന്ന് അടി പ്രകാശന്റെ മുഖത്ത് വീഴുന്നത്. ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് രാഹുലും വിക്രമവും. ഇതോടെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ നിന്നതിനെ തുടർന്ന് പ്രകാശൻ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.